കേരളം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ടപകടം നടന്ന പ്രദേശം കൊല്ലം ജില്ലയിലെ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം. 2016 ഏപ്രിൽ 10 പുലർച്ചെ 3:30 110 പേരാണ് ഇവിടെ മരണത്തിന് കീഴടങ്ങിയത്. 500-ലധികം ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആ ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് ഇന്നും ഈ നാട്ടിലെ ജനങ്ങൾ. പുറ്റിക്കൽ അമ്പലത്തിലെ വെടിക്കെട്ട് കാണാൻ വേണ്ടി ഈ ദേശക്കാർ മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെയൊക്കെ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. കാര്യം അത്രത്തോളം വലിയ ഒരു ഉത്സവം നടക്കുന്ന പ്രദേശമാണ്. ഇപ്പോൾ ഈ പ്രദേശവാസികളായിട്ടുള്ള രണ്ടുപേരുണ്ട്, വിനോദ് ചേട്ടനുണ്ട്, അനിലേട്ടനുണ്ട്. രണ്ടുപേരും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവർ. ഇദ്ദേഹത്തിൻ്റെ വീട് ഈ ക്ഷേത്രത്തിൻ്റെ പുറയിലാണ്. ഈ സമയത്ത് ആ സമയത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അനിലേട്ടന്. അനിലേട്ടാ, എന്തായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ? അന്നത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭീകരാന്തരീക്ഷമായിരുന്നു. ഇപ്പോഴത് ഓർക്കുമ്പോൾ ഇപ്പം കൂടുതൽ ഈ ആംബുലൻസിൻ്റെ സൗണ്ട് അത് ഒരാഴ്ച വരെയും ചെവിന്ന് മാറിയിട്ടില്ല. അന്ന് എത്ര മണി വരെ ഉണ്ടായിരുന്നു ചേട്ടൻ ഇവിടെ? ഞാനിവിടെ ഒരു 2 മണി 1 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോന് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പോയത്, അല്ലെങ്കിൽ ഞാനും ശവമായനെ. കാരണം എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ 2 പേര്, ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഒരുമിച്ച് വന്ന് നിൽക്കാറാണ്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ മോനുള്ളത് കൊണ്ട് ഞാൻ അവരെ മാറിപ്പോയി. എന്നിട്ട് ഇവൻ്റെ നിർബന്ധം കാരണം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന സമയമുള്ളൂ ഭയങ്കര സൗണ്ട് കേട്ട് ഇവിടെ എനിക്ക് ഫോൺ വന്നു, ഇതുപോലെ ഇവിടെ അപകടം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരെ ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോണും എല്ലാം കറണ്ടില്ല. അങ്ങനെ അപ്പോഴന്നെ പെട്ടെന്ന് വണ്ടിയെടുത്ത് നേരെ നെടുങ്ങോല ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു ലേഡിയെ തന്നെ കാറിൽ നിന്ന് ഇറക്കുന്നു. തടിച്ചൊരു കാലില്ല, കാലിന് പകരം നൂലുമാരി ഇങ്ങനെ ഇറക്കുന്നു. പിന്നെ പടപടാ വണ്ടി വരുന്നു. ആംബുലൻസുകളൊക്കെ എവിടെ നിന്ന് വന്നെന്നറിയാമേ. അതുപോലെ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്താണ്. അവിടെ നിന്ന് ബസ് വന്നു, എല്ലാവരും വാരി ഇട്ടുകൊണ്ട് പോകുമായിരുന്നു നിറച്ച്. പിന്നെ കറണ്ടും ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി. വല്ലാത്തൊരു ദുരന്തം നേരിട്ട് കണ്ടാണല്ലേ? ഇപ്പോഴും നിങ്ങൾക്കൊരു വലിയ വിഷമമുള്ള ഒരു സാഹചര്യമാണ് അത്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്ക് വലിയൊരു വിഷമമാണ്. ഒരു രാത്രി ഒരു 2:30-3 മണി വരെ വലിയ സന്തോഷമായിരുന്നു, പെട്ടെന്ന് ദുഃഖമായി മാറി അല്ലേ? അതെ, എൻ്റെ വീട് ക്ഷേത്രത്തിൻ്റെ പുറവശത്താണ്. അപ്പം അതേപോലെ 2:30 മണി വരെയൊക്കെ നല്ല രീതിയിൽ കമ്പം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയി അങ്ങോട്ട് കിടന്നൊരു 10 മിനിറ്റ് വെച്ച് തന്നെ ഒരു റൂമ് വിൽക്കും പോലൊരു ഭയങ്കര സൗണ്ട് ഉണ്ടായി. വീട്ടിൽ തന്നെ ഈ എയർ ഹോളുണ്ടല്ലോ, എയർ ഹോളിൽ കൂടെ മണ്ണെല്ലാം കൂടെ വന്ന് അകത്തോട്ട് വീണു. അപ്പം അത്രയ്ക്കുള്ള പവറായിരുന്നു. അപ്പം തന്നെ എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലായി. ഞാൻ ആദ്യം വിചാരിച്ച വീട് തകർന്ന് വീണെന്നാണ് വിചാരിച്ചത്. അതായത് സത്യത്തിലൊരു നിമിഷ നേരം കൊണ്ട് ശവപ്പറമ്പായി മാറുകയായിരുന്നല്ലേ? ചേട്ടാ, ഇപ്പം ഞാൻ കേട്ടുള്ളത് വെച്ചാൽ ഈ സ്ഫോടനം ഉണ്ടായ ശേഷം വലിയ രീതിയിൽ വലിയ തൂണുകളൊക്കെ തന്നെ തെറിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു? അതെ. ഇവിടെ 1 കിലോമീറ്ററിനടുത്ത് ജംഗ്ഷൻ, പരോ ജംഗ്ഷനിൽ മോട്ടോർ സൈക്കിൾ വരുന്ന അവർ എന്ത് പൊക്കത്ത് പോകണമെന്ന് എത്ര നില വീടുകളുണ്ട്. അതിന് പോക്കറ്റ് പോകുന്നത് അത് നല്ല ഒരു കെട്ടിടത്തിൻ്റെ ബീം തന്നെയാണ്. അത് ഭയങ്കര പവർ ഉണ്ടെങ്കിൽ അതങ്ങനെ പോവില്ല. ഒരു 4-5 പേർക്കൊന്നും എടുത്ത് പൊക്കാൻ പറ്റാത്തൊരു സാധനം. അത് ഈ കാണുന്നതാണ് കമ്പപ്പര. ഇതേപോലെ ഒരു കമ്പപ്പര അപ്പുറത്തുണ്ടായിരുന്നു. ആ കമ്പപ്പരയാണ് പൂർണ്ണമായിട്ട് തകർന്നു പോയത്. അതുതന്നെയാണ് കാര്യം. ഈ അപകടം ഉണ്ടായ അടുത്ത ദിവസം രാവിലെ റിപ്പോർട്ടിങ്ങിനെത്തിയ ഒരാളാണ് ഞാൻ. ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ടിങ്ങിനെത്തിയതാണ്. ആ സമയത്ത് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് മൃതദേഹങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന ഒരു വളരെ ദാരുണമായൊരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ കണ്ട ഒരാളെന്ന നിലയിൽ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദുഃഖം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ ഇനിയൊരു അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള മുൻകരുതൽ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളൊക്കെ നടത്താറുണ്ട് ഭരണകൂടവും ജനപ്രതിനിധികളും. പക്ഷേ അവയൊന്നും പ്രാവർത്തികമാകുന്നില്ല. ഇനിയെങ്കിലും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ആർജവമാണ് ജനപ്രതിനിധികൾ കാണിക്കേണ്ടത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.